Hello friends, welcome back to my YouTube channel Top 10. അപ്പോൾ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പഴയ ട്യൂബ് മാറ്റിയിട്ട് പുതിയ ഒരു LED ട്യൂബ് എങ്ങനെ ഘടിപ്പിക്കാമെന്നാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ പോയി കാണുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പഴയ ട്യൂബ് കൊണ്ട് ഒരു അടിപൊളി സാധനമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ പണിയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് അടുക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളെ മാക്സിമം ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് അടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ട്യൂബ് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ കഴുകാൻ പോവാം. അപ്പോൾ നമ്മൾ കഴുകാൻ പോവാണ്. ആദ്യം നല്ല പുറമൊക്കെ നല്ല വൃത്തിയിൽ കഴുകുക, നല്ല പൊടി. അപ്പോൾ കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരറ്റത്തുനിന്ന് ഇത് മാറ്റാനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ സൂക്ഷിച്ച് അത് ഊരിയെടുക്കാം. അടുത്തൊന്ന് കേട്ടു. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതാണ് വരാ, അത് നമ്മൾ പതുക്കെ പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഗ്യാസാണ്, അതാണ് റിലീസായി പോയത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഓട്ട വലുതാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു സൈഡ് ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ആദ്യം കുറച്ച് മണലിട്ട് കൊടുക്കാനാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ചധികം മണലിടാം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതെന്തിനാ ചെയ്യണതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തുള്ള വെള്ള കളറ് മാറ്റി കളയാനാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. 5-6 ഇളക്ക് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലത്തെ വെള്ള കളറ് മാറിപ്പോക്കോളും. അപ്പോൾ നമ്മൾ മാക്സിമം ഇളക്കി അതിൻ്റെ ഉള്ളിലത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒരിക്കലും ഭൂമിയിലേക്ക് ഒഴുക്കി വിടരുത്, അത് പ്രകൃതിക്ക് ഭയങ്കര അധികം ദോഷമാണ്. അപ്പോൾ നമ്മളത് ഒരു പാത്രത്തിൽ സേവ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ചെറിയ ഇതാണ് നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത്. ഇത് വെച്ച് ധാരാളം ഡെക്കറേഷൻസ് ചെയ്യാം. അതിലൊരു ചെറിയ ഇത് മാത്രമാണ് ഞാൻ കാട്ടിത്തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് വീട്ടിലൊക്കെ പരിപാടികൾക്കൊക്കെ ഇടണ ഒരു മാല ലൈറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്യൂബിന് അളവിനനുസരിച്ചിട്ടുള്ള ഒരു നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹോളിയോടെ അത് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നൂല് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നൂലിൻ്റെ അറ്റത്ത് നമ്മൾ ഇത് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പതുക്കെ കയറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ പതുക്കെ ഇവിടെ ബ്ലോക്ക് ആകുമ്പോൾ നൂല് പതുക്കെ വലിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മാല ഫുള്ളായിട്ട് ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അറ്റത്ത് ജസ്റ്റ് ഇതൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് പുറത്തേക്ക് പോകാണ്ട് അവിടെ ഇരുന്നോളൂ. ഇതൊരു ഗ്ലാസ്സിൽ സ്റ്റഡി ആയിട്ട് നിർത്താന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഗ്ലാസ് എടുക്കുക, കുറച്ച് മണലിട്ട് കൊടുക്കുക. അത്ര ചെയ്താൽ ഇത് സ്റ്റഡി ആയിട്ട് അവിടെ ഇരുന്നോളൂ. സ്റ്റഡി ആയിട്ട് ഇതിലും കുഴപ്പമില്ല. നമുക്ക് വല്ല കയറെങ്ങാനും കെട്ടി വല്ല ഹോളെങ്ങാനും ഉണ്ടെങ്കിൽ അതിൽ തൂക്കിയൊക്കെ ഇടാം. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ലൈറ്റ് ഓൺ ആക്കി നോക്കേണ്ട ആവശ്യമേ. അപ്പോൾ നമ്മൾ അടിയിൽ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ബൾബ് ബോർഡിങ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെയാണ് കത്തുന്നത്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ
ജസ്റ്റ് മാറ്റാം. അപ്പൊ നമ്മള് രാത്രിയത്തെ വിഷ്വൽസ് നമ്മള് കാട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ ഗ്ലാസ് ട്യൂബ് വെച്ച് പല പല വെറൈറ്റി സാധനങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Just don't make me feel when I told you you're not.